എന്നിട്ട് ഈ ഉത്തരം പറഞ്ഞോ? ഞാനൊക്കെ ഉത്തരം പറയത്തില്ലേ. ആ അബു ഇല്ല അപ്പുറത്തിരിക്കുന്നേ, അവന്റെ അടുത്ത് ടീച്ചർ ചോദ്യം ചോദിച്ചു. ആദ്യത്തെ ചോദ്യത്തിന് ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞു ടീച്ചർ എനിക്ക് അറിയത്തില്ലെന്ന്. ടീച്ചർ പറഞ്ഞു നാളെ പഠിച്ചോണ്ട് വരാൻ. രണ്ടാമത്തെ ചോദ്യത്തിന് പറഞ്ഞു ടീച്ചർ ഞാൻ ആ പാഠം കണ്ടിട്ട് പോലും ഇല്ലെന്ന്. ഓനെപ്പോഴും ലീവല്ലേ. എന്നിട്ട് മൂന്നാമത്തെ ചോദിച്ചു അപ്പത്തേനും ടീച്ചർ പറഞ്ഞു എണീറ്റിരിക്കാൻ. ബെഞ്ചിന്റെ വെള്ളി നിർത്തി. അപ്പോഴത്തേക്കിനും നല്ലതായിട്ട് വെള്ളമൊക്കെ അവിടെ കിടക്കുന്നു. വെള്ളോ? ഞങ്ങളുടെ ചെരുപ്പയിലൊക്കെ ആയി. എന്നിട്ട് നോക്കിയപ്പോഴത്തേക്കിനും ഇവ മൂത്രം ഒഴിച്ചു. മതി. ആരാണ്ട മൂത്രം ഒഴിച്ചായി? അബു. അബു ക്ലാസ്സിൽ കയറാത്ത. വേണ്ടേ കൊടുക്കണ്ട. ഇതും കൂടി കഴിക്കണില്ല. വേണ്ട വേണ്ട പോട്ടെ. പിന്നെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങള് മേടിച്ച സ്ഥലല്ലേ നമ്മുടെ ഞാൻ വാസുട്ടി ഞാനും കൂടിയിട്ട് ഷെയർ ചെയ്ത് മേടിച്ചായി. കച്ചവടം നടക്കാത്ത സ്ഥലം അല്ലേ. അതിപ്പോ മൂപ്പര് പെരൊക്കെ ലോൺ എടുത്തിട്ടാണല്ലോ മേടിച്ച കായൊക്കെ തന്നത്. അത് പിന്നെ അടക്കലൊന്നും ഇല്ലാതുകൊണ്ട് കൊറേ ആയിട്ട് ഇങ്ങനെ നോട്ടീസൊക്കെ വരണ്ട് എന്നൊക്കെ പറയലുണ്ട്. നമ്മക്ക് വെച്ചാൽ അതിങ്ങനെ കച്ചവടം നടക്കാണ്ട് വീണ്ടും പോവല്ലേ. ഇപ്പൊ പറഞ്ഞു പിടിച്ചപ്പോ ഉണ്ടായത് എന്താ വെച്ചണ്ടാ, വീട് ചെത്തിയായി. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിക്കണത്. ഇപ്പൊ ജോസുട്ടി വന്ന് പറഞ്ഞ് ഞാനാകെ തരിച്ചിരിക്ക. നമ്മളായിട്ടൊരു ഇടപാട് ചെയ്യുകയും ചെയ്ത് ആ ചെങ്ങായി അതില് വന്ന് പെട്ട് മൂപ്പരിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് പിടുത്തില്ല. ഇക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നീയിപ്പൊ എന്താ ചെയ്യേണ്ടത്? വേറൊരു വീട് വാടകയ്ക്ക് എടുത്ത് കൊടുക്കണോ? അല്ല, വാടകയ്ക്ക് എടുത്ത് കൊടുക്കാന്നുള്ളല്ലോ. ആരെ വാടക കൊടുക്ക? ഓനിക്ക് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ വെച്ചപ്പോ ആ ലോൺ നടക്കൂലേ? അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ഒരിക്കൽ താമസിക്കണ്ടേ? അത് താമസിക്കണം. അപ്പൊ അതിനാണ് ഇപ്പൊ ഇപ്പോഴത്തെ ഒരു വലിയ വിഷയം. ഞാനെന്താ വെച്ചാല് നമ്മള് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഈ കായൊക്കെ കൊണ്ടുവന്ന് തന്നത്. അത് അന്ന് തന്നെ അത് പറഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പൊ എന്താ ചെയ്യണ്ടെന്ന് വൃത്തില്ല. ഞാൻ ഇപ്പൊ ഒരു കാര്യം ചെയ്യാൻ ഞാൻ വിചാരിക്കണേ. സംഗതി ഇപ്പൊ നമ്മള് 2-3 ആളല്ലേ ഇപ്പൊ ഇവിടെ ഉള്ളോ. അപ്പോ നമ്മുടെ ഇപ്പൊ ഈ ഔട്ട് ഹൗസ് ഇപ്പൊ അവിടെ അതിങ്ങനെ ഇപ്പൊ വെറുതെ കിടക്കാണല്ലോ. അപ്പൊ ഇജ്ജെന്ത് നോക്കിട്ട് ആക്കണേ ചങ്ങായി? എന്നോട് അത് പറിച്ചു വെക്കാൻ പറഞ്ഞില്ലേ? എടുത്തോക്കാം, ഇപ്പൊ എടുത്തോക്കാം. ഇതിപ്പോ ശരിയാക്കാന്ന് പോയി ശരിയാക്കാ. അപ്പോ അല്ല, അപ്പൊ ഞാനിപ്പോ അത് അവിടെ ഒന്ന് വൃത്തിയാക്കിയാലേ അപ്പൊ തൽക്കാലം ഇപ്പൊ അവിടെ വന്ന് താമസിക്കട്ടെ. എന്നാ നിങ്ങൾ എന്താ പറയണ്? ഒരു മനുഷ്യരാണ് അവിടെ എലിയും പാറ്റയും നിറച്ച സാധനങ്ങളും. അല്ല കുഴപ്പമില്ല. അതിപ്പോ അവൻ ശരിയാക്കാൻ പറഞ്ഞിട്ട് അവനതാ കൊണ്ടുവന്നത്. അവൻ ശരിയാക്കിക്കോളും. അവൻ വൃത്തിയാക്കിട്ട് അവിടെ താമസിക്കട്ടെ. അതൊന്നും ശരിയാവില്ല. ശരിയാവില്ല. അല്ലടി, അത് അവർക്ക് അത് കുഴപ്പമൊന്നുമില്ല. അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്തോ ഓർക്ക് കുഴപ്പമില്ലാന്ന്. ഓരോ കുഴപ്പമുണ്ടെങ്കിലും അത് കാണിക്കില്ലായിരിക്കും. പക്ഷെ അത് ശരിയല്ല. പിന്നെ മനുഷ്യന്മാരെ കിടക്കേണ്ട സ്ഥലം അത്. അല്ലടി, അത് വൃത്തിയാക്കിയാ പോരെ. അത് വൃത്തിയാക്കിയാൽ കൊടുക്കാം. അല്ല ഇപ്പൊ പെര അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് ഇപ്പൊ കൊട്ടാരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? അവിടെ വന്ന് താമസിക്കട്ടെ. അല്ലാണ്ട് ഇപ്പൊ നമുക്കിപ്പോ എല്ലാ സൗകര്യം ഒന്നും ഉണ്ടാക്കി കൊടുക്കാനൊന്നും പറ്റൂലല്ലോ. താമസിക്കട്ടെ. അത് ശരിയാവില്ല. എന്താ പറഞ്ഞത്? ശരിയാവില്ല. എന്താണ് പറയണേ? എടി, ഞാനിപ്പോ ഇങ്ങനത്തെ ഒരു ഇത് ചെയ്തു പോയില്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടല്ലേ പോന ആ കായ് ഇപ്പൊ പെരാം ഇങ്ങനെ ഇതേമാതിരി പണം വെച്ച് ലോൺ എടുത്ത് തന്നെ. അപ്പൊ നമുക്കൊന്ന് ഈ സന്ദർഭത്തിൽ സഹായിക്കാണ്ട് ഒന്നും അറിയാത്ത മാതിരി ഇരിക്കാൻ പറ്റുമോ? എന്താണ് നമ്മുടെ മുറിയുടെ മൂലൊക്കെ നമ്മളെ കുറെ സാധനം ഉണ്ടല്ലോ ആവശ്യമില്ലാത്ത, അതിലെടുത്ത് കത്തിച്ചാൽ ഞെക്കാം. ചെങ്ങായി അതൊക്കെ ആവശ്യമല്ല തന്നെയാണ്. കുഞ്ഞുട്ടിച്ച് അത് അവിടെ എവിടെയും എടുത്ത് വെച്ചാൽ മതിയായി. ഇപ്പൊ കത്തിക്കണ്ട. വേണ്ട വേണ്ട വേണ്ട. അപ്പൊ അത് അങ്ങനെ ചെയ്യാടി റസിയ, അല്ലാണ്ട് വേറെ മാർഗമൊന്നുമില്ല. ഞാൻ പറയാണ് അത് ശരിയാവില്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ആ കച്ചവടത്തിന്റെ കാര്യത്തിലേക്കൊക്കെ പോയപ്പോ ഞാൻ പറഞ്ഞാണ് നിങ്ങൾക്ക് അറിയാത്ത പണിക്ക് പോവല്ലേന്ന്. എന്തൊക്കെ വർത്താനാ പറഞ്ഞത്? കച്ചവടത്തിന് പോവാണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ആകെ ഈ 4 കീറില് ഈ ടൈലർ ഷോപ്പിൽ ഇരുന്ന് ഇങ്ങനെ അടിച്ചോണ്ട് ഇപ്പോഴത്തെ കാര്യങ്ങൾ ഇറക്കുമോ? കുട്ടി പഠിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ 10 പൈസ കിട്ടണേ. എവിടെയാണ് എന്തെങ്കിലും കച്ചവടം നടക്കുക അതിനെ ലോടി പാഞ്ഞ് നടക്കണേ മനുഷ്യന്മാര്. എനിക്കത് പറഞ്ഞാൽ മതി. അതിൽ ഇടപെടണ്ട, അതൊക്കെ എന്തെങ്കിലും അടങ്ങടെ ഇഷ്ടമാവും. പക്ഷെ ഇപ്പൊ പറഞ്ഞ കാര്യം അല്ല, നടക്കൂല എന്ന് പറഞ്ഞ വേറെ നിവർത്തിയില്ല. ഈ സന്ദർഭത്തിൽ അവര് പെരേന്ന് അവിടെ നിങ്ങടെ ഇറങ്ങി കഴിഞ്ഞാൽ എവിടെ പോവും? തെരുവിലിക്കോ? അതല്ലേ ഞാൻ പറയുന്നത്. വേറെ വീട് നോക്കണോ? വീട് കായില്ല ചെങ്ങായിടയിലെന്ന്. ഓന്റെയിലും കൊടുക്കാല്ല, എന്റെയിലും കൊടുക്കണ്ട. ഇപ്പൊ ഞാൻ കൊടുക്കണോ? അത് നടക്കുവോ?
നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇത് നടക്കണ കാര്യമൊന്നുമില്ല അതന്നെ. ഒന്നും പറഞ്ഞാൽ ശരിയാവില്ല കേട്ടോ. എല്ലാ കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മളിവിടെ കുടുംബമായിട്ട് താമസിക്കുമ്പോ വേറെ ആൾക്കാർ ഇവിടെ വന്ന് അതൊന്നും ശരിയല്ലക്കാ. തന്നെ പറഞ്ഞോണ്ടിരുന്നാൽ എങ്ങനെയാണ് കുടുംബമായിട്ട് താമസിക്കാന്ന് പറഞ്ഞാൽ ഓനും കുടുംബമായിട്ട് തന്നെയല്ലേ താമസിക്കണേ. ഞാനൊരു ഇടപാടിൽ ഇങ്ങനെ ചെന്ന് പെട്ട് ഓൻ അത് തരികയും ചെയ്ത് കായ്. അപ്പൊ കച്ചവടം ആ ഗൾഫുകാരൻ വന്ന് ആ കായ് അങ്ങോട്ട് റെഡിയായി കിട്ടി കഴിഞ്ഞാല് അപ്പൊ തന്നെ ഓന്റെ കുഴിയിൽ പോയിക്കോളൂ. അല്ല അത്രേ ഉള്ളൂ പ്രശ്നോ. ഇതിപ്പോ എന്ത് ആകെ വാപ്പ തന്ന ഈ വീടും ആ കടയും മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി ഒക്കെ പോയി. നിങ്ങൾക്ക് തന്നെ അറിയില്ല വാപ്പ എന്തോരം പേരെ സഹായിച്ചെന്ന്. ചിരിയുടെ തരികിട മേളം പൂരം കുട്ടീസ് 3 കുട്ടീസ്.